ഹലോ അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? മക്കളെ നമ്മൾ നാലാമത്തെ പെരുന്നാൾക്ക് നമ്മൾ വിരുന്നാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ അനിയന് എന്താ ആങ്ങള കേട്ടോ വെള്ളിയാഴ്ച രാവിലെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച ഞങ്ങൾ പോകണം കേട്ടോ, ഒരു 10 ആയപ്പോൾ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ബസ് എത്തിക്കാം കേട്ടോ. അവിടുന്ന് ബസ്സിന് പോയാൽ നേരിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മൾ പെരിയിലൊക്കെ എത്തിയതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല മക്കളെ. പെരും മഴ കേട്ടോ. നമ്മൾ ബസ് കയറലും പിന്നെ അങ്ങോട്ട് മഴ വെച്ചലും പിന്നെ പെരും മഴേനി കേട്ടോ. അതിന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ പെരിക്ക് എത്തിയതാക്കണ ചിക്കനും അതേമാതിരി തേങ്ങാച്ചോറും പപ്പടൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി തന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നാം കേട്ടോ. അപ്പോൾ മക്കളെ പിന്നെ അനിയത്തി വരുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ച രാവിലെയാണ് ആങ്ങളെ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പിന്നത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഓലും തന്നെ കുട്ടികളൊക്കെ വന്ന് ഓല വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ പണി എനിക്ക് സ്കൂൾ പോവുക. നല്ല ചുരുക്കുണ്ട്. ഐ ഒരു പാട്ടടിയോ കുട്ടി? യൂണിഫോം ഫുള്ളും നീച്ചെന്നാലേ നോക്കട്ടെ. യൂണിഫോം നീച്ചക്ക് അല്ല എത്ര വണ്ടി നല്ല ചുരുക്കം. നമ്മളെ വാപ്പ ഇതൊക്കെ രണ്ട് മൊട്ടമാര് ഇവിടെ ഗെയിം വെച്ചിരിക്കണം. വാലേക്കും അസ്സലാം. നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ് കേട്ടോ. അല്ല പഠിച്ചല്ല സുന്ദരായിട്ട് വരണം. മമ്മ അപ്പുറത്താണ്, പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. ഞാൻ മുത്തുകാക്കിനോട് പറഞ്ഞോ? അങ്ങനെ കുട്ടി സ്കൂൾക്ക് പോകണതും പിന്നെ രാവിലെ ആയിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കണതൊക്കെ ആ ഒരു വിശേഷങ്ങളാണ് പിന്നത്. അപ്പോൾ അതാക്കണേ അൽഫാം ഉണ്ടാക്കാനാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, തക്കാളി, വെല്ലുള്ളി, അതേമാതിരി ചെറുള്ളിയും പാടെ ഇവിടെ ഒക്കെ നുറുക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അൽഫാമും മന്തി ഇങ്ങോട്ട് ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ആയിക്കിട്ട് വെക്കുമ്പോൾ അത് വേറൊരു ഇതാണല്ലോ അല്ലേ. അൽഫാം ആക്കി വെക്കാൻ ഉണ്ടാക്കണേക്കാണ് കേട്ടോ. അത് ഇതാക്കണേ വറ്റൽ മുളക് ഇട്ടിക്കണേ, അതേമാതിരി വലിയ ജീരകം, കുരുമുളക്, പട്ട, അതേമാതിരി ഏലക്കായി, ചെറിയ ജീരകം ഉണ്ട്, വലിയ ജീരകം ഉണ്ട്, കുരുമുളകും ഉണ്ട് കേട്ടോ. ഇതിക്ക് ഒരു ഇതിൻ്റെ കമ്മിൻ്റെ ലീഫിൻ്റെ കേട്ടോ. അത് ഇവിടെ ഇല്ല. ഇടുമ്പോൾ ഫുള്ളായിട്ട് ഇടാത്തുമ്പോൾ കൂട്ടുകാരികൾ പറയുന്നുണ്ട് റെസിപ്പീൻ്റെ ഫുള്ള് വീഡിയോ ഇടണമെന്ന്. അങ്ങനെയാണ് കേട്ടോ നമ്മളിതിങ്ങനെ ഫുള്ള് കാണിച്ചത്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്നാണ് വറുത്ത് കൊടുക്കണം കേട്ടോ. അത് വറുത്തിട്ട് പൊടിക്കണം. അത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇടുന്നല്ലാതെ ഇതൊന്ന് നല്ലോണം വറുത്ത് പൊടിച്ച. അപ്പോൾ മക്കളെ ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഈ വലിയ മിക്സിൻ്റെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ നമ്മളിങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് അപ്പോൾ അൽഫാം ഉണ്ടാക്കാൻ അറിയാത്തോല് ഉണ്ടാവൂലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. മന്തി അതേമാതിരി അൽഫാമും നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ അതൊക്കെ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തു. പിന്നെ ഇതാക്കണം കേട്ടോ, നല്ല കട്ടത്തൈര് കുറച്ചാണ് പാർന്ന് കൊടുത്തിക്കണേ. പിന്നെ അതേമാതിരി ഇതാക്കണം കേട്ടോ, നമ്മൾ പൊടിച്ച് വെച്ചതാണത്. നമ്മൾ വറുത്ത് പൊടിച്ച ആ സാധനം കേട്ടോ. അത് എല്ലാതും പാടെ ഇതാക്കണേ. നമ്മൾ ചെമ്പട്ടിയിലാണ് കുഴക്കണത്. കുറച്ച് അധികം തന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ചെമ്പട്ടിയൊക്കെ കൊണ്ട് എടുത്തിക്കണം കുഴക്കാൻ. അപ്പോൾ ഏതായാലും അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമുക്ക് ഇതാക്കണേ നമ്മൾ അരച്ച് വെച്ചതാണ് കേട്ടോ. അത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചിരിക്കണം കേട്ടോ അതൊക്കെ. അപ്പോൾ അതയക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോഴൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യം തന്നെ ലൈക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കോളി. എന്നാലേ നമ്മളെ വീഡിയോ വേറെ മുന്നിലേക്ക് അങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ദിവസം 2 വീഡിയോ ഇടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും
ഇൻഷാ അല്ലാഹ് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാക്കട്ടെ ഞാൻ ഇതാക്കട്ടോ കുറച്ച് നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇതാക്കട്ടോ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കളറൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. കാശ്മീരി മുളകും പൊടി ഇടുമ്പോൾ ചുവന്ന കളർ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതാക്കട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് തോന ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പൊടികളൊക്കെ ഇടുന്നത്. പിന്നെ ഇതാക്കണം കുറച്ച് കുരുമുളകും പൊടി, അതേമാതിരി കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഈ പാരുന്നത്. അപ്പോൾ അതൊക്കെ പാടങ്ങോട്ട് പാർന്ന് പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടുങ്ങാണ്ട് നല്ലോണം കയ്യച്ചങ്ങാണ്ട് അങ്ങോട്ട് കുഴച്ചിട്ട് നമുക്ക് ഇതിക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കുഴച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിതിക്ക് വെള്ളമൊന്നും പാർന്നിട്ടില്ല, നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിലാണ് പാർന്നിക്കുന്നത്. പിന്നെ മിക്സിയിൽ തക്കാളി ഇതൊക്കെ അതിൻ്റെയൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാക്കണ വെള്ളമൊന്നും പാരാതെ ആണ് മിക്സ് ചെയ്തെടുത്തിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം കുഴമ്പണം കേട്ടോ. നല്ല കുഴമ്പിയിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. ആയിപ്പും പുളിയും എല്ലാം അങ്ങോട്ട് സെറ്റായി കിട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിക്ക് ഇട്ട് കൊടുക്കാൻ ചിക്കന്. അങ്ങനെ ഇതാക്കിട്ടോ മക്കളെ നമ്മൾ ചിക്കൻ ഇതിക്കാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാകത്തെ വലിയ പീസ് തന്നെയാണ്, ഇടയിൽ ചെറിയ പീസും ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ വലിയ പീസാക്കുക, വലിയതല്ല, നമുക്ക് പാകത്തിന് നമുക്ക് പിന്നെ പൊരിച്ചാൻ ഇതാക്കാനൊക്കെ വേകാനൊക്കെ ഈ പാകത്തിനാക്കിയിട്ടാണ് കൊടുന്നിക്കുന്നത് കേട്ടോ. അൽഫാമാണെന്ന് കരുതിങ്ങാണ്ട് നമ്മൾ വലിയ കഷ്ണമൊന്നും ആക്കിയിട്ടല്ല. ഇപ്പം നമുക്ക് പെരിയിൽ യൂസ് ചെയ്യാനല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കടിയത്തെ മാതിരി ആക്കണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പാകത്തിനാക്കിങ്ങാണ്ട് മുറിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ വാപ്പാട്. അങ്ങനെ ഏതായാലും ചിക്കനൊക്കെ ഇതാക്കണ കായം കൂട്ടി വെക്കണം കേട്ടോ. ഇനി ഇതൊരു കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിമൊന്ന് ഇപ്പം പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്നാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതാക്കും കേട്ടോ മന്തിക്കില്ലേ അതാണ് കേട്ടോ അത്. അപ്പോൾ മന്തിക്ക് ക്യാപ്സിക്കം മുളക്, അതേമാതിരി ക്യാരറ്റ്, പിന്നെ മല്ലിച്ചപ്പ്, വല്ലുള്ളി. അപ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ അരിഞ്ഞ് ചെറിയതാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെയാണ് കൂട്ടുകയാണ് കേട്ടോ ഞാൻ. പിന്നെ അതിലേക്കില്ലേ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണിത്. അതൊന്നും അങ്ങോട്ട് നല്ലോണം ചതച്ച് കൊടുക്കണം. അപ്പോൾ ഈ ചതക്കണേക്ക് തന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം നമ്മൾ പൊടിച്ചലാണ് സാധാരണ, പക്ഷേ അത് ഞാൻ ചതച്ചപ്പോൾ ഞാൻ അതിലാണ് ഇട്ട് കൊടുക്കുക. ഇവിടെ ആണെങ്കിലോ കറണ്ട് എന്തൊരു പരിപാടി ഉണ്ടാവുകയാണെങ്കിൽ മക്കളെ കറണ്ട് എപ്പോഴും പോയി ഇങ്ങോട്ടേക്കാരം കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, അതേമാതിരി ക്യാപ്സിക്കം മുളക്, വല്ലുള്ളിയും വല്ലുള്ളിയൊക്കെയാണ് കേട്ടോ അത്. പിന്നെ അതാക്കണേ അപ്പോൾ എല്ലാതും ഒന്നാണ് വാടി കിട്ടിക്കണം. വല്ലുള്ളിയും ക്യാപ്സിക്കം മുളകും ക്യാരറ്റുമാണ് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും, പിന്നെ നമ്മൾ ഏലക്കായും പട്ടിയും കറാമ്പൂവും അതും ഇതിക്ക് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ കുറച്ച് കുരുമുളകും പച്ചക്കുരുമുളക് ഇതിക്കാണ്ട് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമുക്ക് ഇതിക്ക് 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഉണക്കനാരങ്ങ നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലും അതിൻ്റെ പുളി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ഇതായി കിട്ടുള്ളൂ. അങ്ങനെ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നല്ലോണം പിന്നെ മസാല ഒക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ വലിയ ചെമ്പക്ക് പിന്നെ ഇടാക്കാരം കേട്ടോ. വലിയ ചെമ്പിലാവുമ്പോൾ ഈ ചെറിയ കുറച്ചില്ലതൊക്കെ അടിയിൽ പിടിച്ചില്ലേക്കാരം. അപ്പോൾ ചെറുതിലങ്ങോട്ട് ശരിയാക്കി ഇങ്ങോട്ട് ഇതാക്കാമല്ലോ എന്ന് കരുതിക്കുക. അപ്പോൾ ഇതാക്കണ 2 മാഗി കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം അങ്ങോട്ട് നല്ലോണം പിന്നെ നമ്മൾ വാടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. എല്ലാം ഒപ്പാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്ത് വെക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാട്ടോ ഇത് വാട്ടണത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക്, ചെറിയ ജീരകമൊക്കെയാണ് കേട്ടോ. അതൊന്നും അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മക്കളെ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണതേ മന്തി മസാലപ്പൊടിയാണ് കേട്ടോ. അതല്ലേ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അതില്ലാന്ന് കരുതിങ്ങാണ്ട് മന്തി വെക്കാതൊക്കെ ഒന്നും വേണ്ട. അതില്ലെങ്കിലും നമുക്ക് ചെറിയ ജീരകം നമ്മൾ ഇട്ട് കൊടുക്കണ്ടല്ലോ, അത് മതി കേട്ടോ. മന്തിപ്പൊടി വേണം നിർബന്ധമൊന്നുമില്ല നമ്മളെ മന്തിക്ക്. അപ്പോൾ നമ്മൾ ഇതാക്കണേ, നമ്മൾ ഉണ്ടായപ്പോൾ കുറച്ച് മന്തിൻ്റെ മസാലപ്പൊടി കൊണ്ട് ഇട്ട് കൊടുത്തതാട്ടോ. കറണ്ട് പോയി മക്കളെ, കറണ്ട് പോയി. അപ്പോൾ ഏതായാലും കറണ്ട് വരിക പോകുക. അവിടെയാണെന്ന് വെച്ചാൽ പെരും മഴ കേട്ടോ. വെള്ളിയാഴ്ച ദിവസം പെരും മഴേനി. അപ്പോൾ ഏതായാലും നമ്മളതൊക്കെ ഒരുവിധമൊക്കെ വാടി കിട്ടിയിരിക്കണേ. പിന്നെ നമ്മൾ ഇതാക്കട്ടോ തക്കാളി പേസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പകുതി തക്കാളി പേസ്റ്റും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അൽഫാമക്ക് കുറച്ച് അവിടെ ബാക്കി വെക്കും വേണം. അപ്പോൾ അതിക്ക് ലേസാടെ എടുത്ത് വെച്ചിരിക്കണ ബാക്കി ഇതിക്ക് ഒഴിച്ചും കൊടുത്തിരിക്കണം കേട്ടോ.
അപ്പോൾ ഇങ്ങനെ മന്തി വെക്കാത്ത പോലെ ഇങ്ങനെയൊക്കെ ഒന്ന് മന്തി വെച്ച് നോക്കണം കേട്ടോ മക്കളെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ നാടൻ വെപ്പുണ്ടല്ലോ അതൊരു വേറെ രസം തന്നെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. 2.5 കിലോനൊക്കെ നമ്മൾ വെച്ചിനി. അപ്പോൾ ഏതായാലും 2.5 കിലോനിക്കില്ല കൂട്ടാണ് കേട്ടോ നമ്മൾ ഈ കൂട്ടണത്. പിന്നെ ലേസം ഉപ്പിട്ട് കൊടുക്കണം. മന്തീൻ്റെ മാഗി കട്ടി തന്നെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പിന്നെ ചോറ്റിലും അരിയിലൊക്കെ ഇടുമല്ലോ വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒരുവിധമൊക്കെ റെഡി ആയിക്കണം കേട്ടോ അവിടെ. ഇനി അത് പൊരിച്ചും വേണം. പിന്നെ നമ്മൾ അതിന് എല്ലും അതേമാതിരി പിന്നെ ഇതൊക്കെ അതിൻ്റെ കൗത്തും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലുകളൊക്കെ എടുത്ത് വെച്ചതാട്ടോ. ആ ഒരു ചിക്കൻ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അൽഫാമാക്കി ഉണ്ടാക്കാൻ അവിടെ വേറെ വെച്ചിക്കണ്. ഈ ഒരു ചിക്കനുമാണ് നമ്മൾ ഈ ഒരു മന്തി വെക്കണം കേട്ടോ. അപ്പോൾ മക്കളെ അതിൻ്റെ എല്ല് കൗത്തത് കയ്യിൻ്റെ അവിടുത്തെ എല്ല് അങ്ങനെ എല്ലാം ഒക്കെ ഉണ്ടല്ലോ. എല്ലുകളാണിത് കേട്ടോ. കഷ്ണം അവിടെ വേറെ ഉണ്ടാക്കിയും വെച്ചിക്കണം. ആ ചോറ്റുകൂടി ഇടാനുള്ള ഇറച്ചി ഇത് മതി കേട്ടോ. ഇതന്നെ നല്ല ടേസ്റ്റാക്കാരം ഇങ്ങനെ വെച്ചാൽ. മറ്റേ നമ്മൾ പൊരിച്ചുകാണ്ട് അതിൽ വിടലേക്കാരം. പക്ഷെ അങ്ങനെ ഇടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് അൽഫാമ മന്തിയാക്കി ഇങ്ങനെ വെച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പൊന്നാര മക്കളെ കുടുക്കൻ്റെ വലിപ്പം കണ്ടിട്ട് ആരും പറയരുത്. ആദ്യം കുടുക്കയാണ് നമ്മൾ അവിടുത്തെ അമ്മ വെച്ചിട്ടുള്ളത്. ചോറ് തോനുണ്ടായിക്കോട്ടെ ഇറങ്ങാണ്ടേ കുടുക്ക. അല്ലെങ്കിൽ എന്താ പറയുക തിളപ്പിച്ച് ഊറ്റുമ്പോൾ നല്ലോണം വെള്ളത്തിൽ വെച്ചിട്ടില്ലേ പിന്നെ അതൊരു കൊട്ടുമോടെ കാരം. മക്കൾ വന്നിട്ടേ കുടുക്ക വലിയത് അടുപ്പത്ത് വെച്ചിട്ട് എന്താ പറയുക ഞങ്ങള് ചോറ് തോര അയച്ചോട്ടെ എഴുതിയിട്ടേ. ഇതെങ്ങനെ ഉണ്ട് കുടുക്കേക്കാണ് നിങ്ങള്. ആപ്പാ ഇവിടെ അന്ന് നോക്കി കുടുക്ക വെച്ചിക്കണ്. ഇതിക്ക് ഞാൻ കജ്ജ കൊള്ളണില്ല. ഈ കുടുക്കൊന്നും കജ്ജൂല അറിയാം. ആ ചെമ്പട്ടി വെച്ചാ മതി. അപ്പോൾ നമ്മളെ ഐഡിയ അവിടെ പിന്നെ വെള്ളത്തിലിട്ടിക്കിട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാക്കണം കേട്ടോ. മീൻ പൊരിച്ചണ മാതിരിയാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റേ അടുപ്പ് കഴിഞ്ഞാൽ ആ അടുപ്പത്തും പാടെ വേറെ ചട്ടി വെച്ചുകാണ്ട് അപ്പളും പൊരിച്ച. അപ്പോൾ ഈ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് കോരേണ്ട യാതൊരു ആവശ്യമല്ല. ഇങ്ങനെ ഇട്ടുകാണ്ട് പൊരിച്ചെടുത്താൽ മതി. ഇത് എന്നാലും നല്ലോണം വെന്ത് ഉഷാറാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മറ്റേ അൽഫാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിക്കൊക്കെ തീമൊക്കെ ഇടുന്നതാണല്ലോ അല്ലേ, ഗ്രില്ലുമൊക്കെ. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ വെച്ചിങ്ങാണ്ട് ആവിക്ക് വേവിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിച്ചണം കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ട് അൽഫാമും അതേമാതിരി മന്തിയും ഇറച്ചി വരട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കിക്കണം. പായസത്തിൻ്റെ വീഡിയോ അന്നേരം ഇട്ടീനി. അപ്പം നമ്മൾ പുതിയ ചെമ്പിൻ്റെ ഉദ്ഘാടനം ആയിട്ടൊന്ന് പെരുന്നാക്കാണ് ഉദ്ഘാടനം. അതും 4-ാം പെരുന്നാക്ക്. 4-ാ 5-ാ നമ്മളെ പകുതി വേഗമായപ്പോഴത്തേക്ക് കുറച്ച് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ മസാല വെച്ചത് ഇതാക്കണതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അടിയിലിട്ടാൽ പിന്നെ അത് അടിയിലാണ് പിടിച്ച കാരണം. അതിൻ്റെ മൂന്നിക്കൊള്ളൂ. അപ്പം മക്കളെ ട്രൈബോർഡും കാര്യങ്ങളൊന്നുമില്ല. മോള് പിടിച്ചു നിൽക്കാൻ കേട്ടോ. പിന്നെ ഒരാൾ എമർജൻസിയും പിടിച്ചു നിൽക്കണം. അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. കറണ്ട് ആൻസല്ല വരിക പോവുക അങ്ങനെ തന്നെ. അപ്പം നമ്മളെ പുതിയ ചെമ്പാണ് കേട്ടോ. അത് പുതിയ ചെമ്പിൽ ഫസ്റ്റ് ഉദ്ഘാടനമാണെന്ന് 2.5 കിലോന് അരിയാണ് വെക്കുന്നത്. അപ്പോൾ 2-3 ഇതിൽ ഉഷാറായിട്ട് വെക്കാം കേട്ടോ. നല്ല അടിപൊളി ചെമ്പാട്ടോ. ഈ ഇങ്ങനത്തെ ചെമ്പുവാണല്ലേ നമ്മൾ ചോറൊക്കെ വെക്കണമെങ്കിൽ നല്ല ചെമ്പ്. അങ്ങനെ ഏതായാലും പിന്നെ കുറച്ച് പകുതി വേഗിന് ആദ്യം അടിയിൽ കിട്ടു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഇതാക്കുന്ന ചിക്കന് മസാല കൂട്ടി വെച്ചാൽ അത് കുറച്ചിട്ടു. അങ്ങനെ മേലെ അങ്ങനെ പിന്നെ അങ്ങനെ ഇടുകയാണ് കേട്ടോ. അത്
കുറച്ച് ചോറ് അടിയിലിടുക, പിന്നെ മേലിടുക, അങ്ങനെ അങ്ങനെ മസാല ഇടുക, അങ്ങനെ ഇടുകയാണ്. പിന്നെ അവസാനം നമ്മളങ്ങോട്ട് ദമ്മിടുക കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു വലിയൊരു കുടുക്കിയിൽ വെച്ചതിനെക്കൊണ്ട് നല്ല ഉപകാരമാണ്. എന്താ വെച്ചാൽ കൊഴുപ്പ് അങ്ങനെ നമ്മൾ നല്ലോണം ചെറുതിന് വെച്ചാൽ കൊഴുപ്പ് ഉണ്ടാവുമല്ലോ, പക്ഷെ അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഇത് നല്ല ഉഷാറായിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊഴുപ്പൊന്നും ഇല്ലാതെ നമുക്ക് വെറുവേനായിട്ട് ഇങ്ങോട്ട് അരി കിട്ടും. കണ്ടറിഞ്ഞ് തന്നെ കുടുക്ക അടുപ്പത്ത് വെച്ചിരിക്കണം. ഏതായാലും അങ്ങനെ ഏതായാലും ഒരുവിധമൊക്കെ ചോറ് ഊറ്റി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇത്തെ അതിൻ്റെ അടിയിൽ അങ്ങനെ പൊരി അവിടെ നടക്കണമുണ്ട് കേട്ടോ ഗ്യാസമ്മേ. പിന്നെ ഞാൻ എന്താ ഇപ്പോൾ വേറെ ചട്ടിയിൽ അങ്ങനെ അപ്പുറത്ത് അടുപ്പത്ത് അതും വെച്ചിക്കണ്. അപ്പോൾ ഇതാക്കണേ നമ്മളെ മന്തിയൊക്കെ ഇതാക്കണം കേട്ടോ. നമ്മളെ ചോറൊക്കെ ചെമ്പട്ടിക്കൊക്കെ ഇട്ട് ദമ്മാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഇതാക്കണ ഒരു 5-6 പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതാക്കണ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേമാതിരി കുറച്ച് മുളകും പൊടിയും പാടെ എന്താ കാശ്മീരിൻ്റെ മുളകും പാടെ കലക്കിയതാട്ടോ ഇത്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നമ്മൾ ഒരു ചുവപ്പും ഒരു മഞ്ഞക്കൊക്കെ വേണ്ടി മന്തിൻ്റെ ഒക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിജാണ്. കുറച്ചന്നെ ഉള്ളൂ കേട്ടോ, കുറച്ച് മതി, എന്നാലേ ഓരോരോ വറ്റുമ്പോൾ അങ്ങനെ കാണുള്ളൂ. തോനെ പറഞ്ഞൊക്കെ പാടെ ചോപ്പേക്കാരം. അപ്പോൾ അതാക്കണ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളകുംപാടി ഇട്ടുകാണ്ട് കാട്ടിയതാണ്. അതിൻ്റെ അടിയിൽ മക്കളെ ചോറ് ശ്രദ്ധിച്ചപ്പോൾ ചിക്കൻ കുറച്ച് കരിഞ്ഞും ചെയ്തിരിക്കണം. അപ്പോൾ ഏതായാലും ഈ ചട്ടിയിലും പാടെ പൊരിച്ചുന്നുണ്ട് കേട്ടോ. ഇതിലും പാടെ അങ്ങനെ പൊരിച്ചാണ്. അല്ലാതെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കിട്ടണ്ടേ, ചുമ്മാ അരിഞ്ഞ് വരുമ്പോൾ ചോറും കൂട്ടാൻ റെഡിയാണ്. പിന്നെ നമ്മളെ കുളിയും നിസ്കാരമൊക്കെ കജ്ജും വേണം, ഒക്കെ ആവണ്ടേ. അപ്പോൾ എളുപ്പം അങ്ങോട്ട് മറ്റേ ചട്ടിയിലും പാടെ വെച്ച് അങ്ങോട്ട് പൊരിച്ചാണ്. അങ്ങനെ ചോറൊക്കെ അവിടെ ദമ്മായിട്ടോ. പിന്നെ അതാക്കണേ നമ്മൾ കുറച്ച് എന്താ കണലൊക്കെ ഇട്ടുങ്ങാണ്ട് ഇനി അതങ്ങോട്ട് മൂടി വെക്കുകയാണ്. അങ്ങനെ അതാ നമ്മൾ ചോറ് ഇവിടെ ദമ്മിട്ടിട്ടോ. അതിൻ്റെ മേലെ കുറച്ച് കണലും പാടിട്ട് നമ്മളെ ചോറ് നല്ല വെറുവേനങ്ങോട്ട് ആയിട്ട് വരും. അപ്പോൾ കണ്ടില്ല മക്കളെ, ചിക്കനൊക്കെ ഇതാക്കണം കേട്ടോ. നല്ല പൊരിച്ച് നല്ല വെന്ത് ഉഷാറായിക്കണ്. അങ്ങനെ കഴിയാനായിട്ടോ. ചിക്കൻ പൊരിയൊക്കെ കജാനായിക്കണ്. പായസം അവിടെ റെഡി ആയിക്കണ്. പായസത്തിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നല്ല ഞാൻ ഇട്ടിക്കണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ പായസത്തിൻ്റെ വല്ലാതെ ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അനിയത്തി അവിടെ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, ഞാനിവിടെ ചോറ് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലും അതേമാതിരി തക്കാളി പേസ്റ്റൊക്കെ കൊഴിച്ചങ്ങാണ്ട് കുറച്ച് കുരുമുളകും പൊടി ഇട്ടുങ്ങാണ്ടേ നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലുള്ള സോസ് മുഴുവൻ പാർന്ന് കൊടുത്തിക്കണ്. കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ നമ്മൾ ചില്ലി ഉണ്ടല്ലോ, ചുവന്നമുളക് നല്ലോണം ഒന്ന് വറുത്തുങ്ങാണ്ട് അതൊന്ന് മിക്സിയിൽ ഇങ്ങോട്ട് പൊടിച്ചുങ്ങാണ്ട് അത് കൊടുത്തിക്കണ്. കുറച്ച് നാരങ്ങ നീരായി കൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ ഇങ്ങനെ കാട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചുങ്ങാണ്ട് അതും ഈ കട്ട് കൊടുത്തിക്കണം കേട്ടോ, മുളക് പൊടിച്ചത്. ഇനി നമ്മളിത് നല്ലോണം ഇളക്കിങ്ങാണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ചയക്ക് അങ്ങോട്ട് കൂട്ടിയാൽ എന്താ ടേസ്റ്റ് അറിയങ്ങൾ. മക്കളെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിങ്ങാണ്ട് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മൾ ഇനി തീക്കണം പാർന്നുങ്ങാണ്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ അൽഫാം പിന്നെ ഇങ്ങനെ തന്നെ കേട്ടോ, പക്ഷെ നമ്മൾ ചുടിനല്ല എന്നുള്ളൂ, പൊരിച്ചെടുക്കുകയാണെന്നുള്ളൂ കേട്ടോ, അത്ര മാറ്റം. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, കണ്ടാൽ തന്നെ തിന്നാൻ തോന്നില്ലേ. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടോ. എല്ലാവരും ജുമാരിഞ്ഞൊക്കെ വന്നു. ഇനി അതൊന്ന് പൊട്ടിച്ചോക്കട്ടെ. ചോറൊക്കെ വെന്ത് ഉഷാറായിക്കണം കേട്ടോ. അടി പിടിച്ച് ഒന്നും ചെയ്തിട്ടില്ല, നല്ല ഉഷാറായിട്ട് വെന്തിക്കണം കേട്ടോ. ഇങ്ങനത്തെ ചെമ്പുമാണ് കേട്ടോ. നമുക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് അധികം വലിപ്പം ഇതൊക്കെ ചെമ്പുണ്ടെങ്കിൽ നല്ല ഉഷാറാക്കാറ് ചോറൊക്കെ വെച്ചാൽ. അളക്കാനും വയ്ക്കും. മറ്റേത് നമുക്ക് ചെറുതായാൽ പിന്നെ അളക്കാനും കജൂല, ആകെപ്പാടൊരു ഗതികേടാക്കാരം. അപ്പോൾ എല്ലാവർക്കും ഇനി ചോറൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ മക്കളെ ചോറൊക്കെ മേസമ്മക്ക് വിളമ്പി വെച്ചിരിക്കണം കേട്ടോ. എല്ലാവരും പാടങ്ങോട്ട് ഇരിക്കാൻ അതൊക്കെ ഒരു വേറെ രസം തന്നെയാണല്ലേ. അപ്പോൾ മക്കളെ ഇനി നമ്മൾ ചോറൊക്കെ തിന്നട്ടെ. അപ്പോൾ ഇതാക്കണ് ബീഫ് വരട്ട്, അതേമാതിരി ചിക്കൻ ഇതാക്കണം കേട്ടോ, അൽഫാമും ചോറും. അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെ വാപ്പാൻ്റെ പിള്ളേർ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം. അപ്പം ഇനി എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.